നീ ഈ ചാക്കിനകത്ത് കയറി കിടന്നുറങ്ങായിരുന്നു. അപ്പൊ ആരാ വണ്ടി കളിച്ചത്? വണ്ടി ആരും തെളിക്കണ്ട, ഇത് ഒട്ടകീറ താനെ തെളിഞ്ഞോളും. നീ ആ 2 ചാക്കും കൂടെ ഇറക്കിട്ടെ. ഇതെന്തിനാ ഇവിടെ ഇറക്കണേ? ഇത് നിന്റെ വീട്ടിൽ കൊള്ളാല്ലേ? ഇത് എന്റെ വീട് തന്നെ അല്ലേടാ, ഇങ്ങോട്ട് ഇറക്കിടാ. എടുത്തോ. എടാ മണി, ഞാൻ എങ്ങനെയാ പൊക്കണത്? ഒന്ന് പൊക്കിത്താ. പൊക്കിക്കൊടടാ. അങ്ങോട്ട് 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 എന്തീ കാട്ടണേ? കൊണ്ടുപോയി വെക്കടാ. അമ്മവാ. ഓ അയ്യോ, ഈ വാതിലൊന്ന് പൊക്കി വെച്ചോടോ മനുഷ്യ. അങ്ങോട്ട് ഒതുക്കി വെക്കടാ. 10 പൈസ ചെലവില്ലാതെ ഒതുങ്ങി കിട്ടിയതല്ലേ, ഇനി താൻ എങ്ങ് ഒതുക്കി വെച്ചാ മതി. അതിന് നിനക്കെന്താ അത്ര ചൊറിച്ചില്? എങ്ങനെ ചൊറിയാതിരിക്കും? നിങ്ങളുടെ മോൾ അവൻ കെട്ടാൻ പോണെന്നും പറഞ്ഞ് നാരങ്ങ പിഴീണ പോലല്ല അവനെ പിഴിയണത്. മോളെ കെട്ടാൻ പോണവന്റെ കയ്യിൽ നിന്ന് വാങ്ങി നക്കാനേ രാമോർമ്മ 2ാമത് ജനിക്കണം. ഞാൻ രാജവംശത്തിൽ പറഞ്ഞവനാ. അവൻ ഇതൊക്കെ കൊണ്ടുവന്ന് തരുന്നതേ അവൻ കൃഷി ചെയ്യുന്ന എന്റെ ഭൂമിയിലായതുകൊണ്ട്. അതവൻ വില തന്നു വാങ്ങിയതല്ലേ? വില തന്നു വെച്ച് പണ്ട് മഹാരാജാവ് കരമൊഴിവാക്കി തന്ന പവിത്രമായ മണ്ണ് ഞാൻ വിട്ടുകൊടുത്തില്ലേ? അതിന്റെ പേരിൽ അവന് നന്ദി കാണിച്ചാൽ നിനക്കെന്താടാ പന്നി ഇത്ര ദണ്ണം? പോയി മറ്റേ എടുത്തോണ്ട് പോടാ. അല്ല, അവൻ അത്രയ്ക്കും ടാറ്റയോ ബിർലയോ ഒന്നല്ലല്ലോ. ആ വീട്ടിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവനെ വാങ്ങിച്ചു കൊടുക്കണത്. അല്ല പുന്നമ്മേ, റേഷൻ കടയിൽ ക്യൂ നിൽക്കുന്ന പോലെ അനീറ്റിമാര് കൈ നീട്ടി ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കണത്. ഛേ, എനിക്ക് എന്റെ തോലുരിഞ്ഞു പോയി. നാട്ടില് വേറെ ആമ്പിള്ളേരും പ്രേമിക്കുന്നുണ്ട്, കല്യാണം കഴിക്കുന്നുണ്ട്. അതുപോലെയാണിത്. കെട്ടുന്നതിന് മുൻപ് അവൻ ആ വീട്ടിൽ നാഥനായി, കെട്ടിക്കഴിഞ്ഞാൽ ഈ വീട്ടിൽ നാഥല്ല ഉണ്ടാവും. ഛേ, ഓർക്കുമ്പോ എന്റെ തോലുരിഞ്ഞു പോവാ. അപ്പൊ തോലുരിയ നീ എന്താ വല്ല പാമ്പോ സർപ്പമറ്റാണോ? രാവകലോളം അവന്റെ കൂടെ നടന്നിട്ട് ഇത്തിരി സമയം കിട്ടിയ അവനെ പറ്റി പരദൂഷണം. ഇത് ശരിയാണോ മണി? അത് ശരി. അപ്പൊ നിങ്ങൾ ഒറ്റ കെട്ടാണല്ലേ? എന്താ? അല്ല, അവന്റെ ഈ പോക്ക് പാതാളത്തിക്കാന്ന് ഞാൻ പറഞ്ഞോളൂ. അല്ല, ഞാനേ പാതാള ഭൈരവിയുടെ കഥ പറയായിരുന്നേ. അതെ, ബാക്കി ഞാൻ പറഞ്ഞോടാ. അമ്മയടുത്ത് നിന്റെ ഒരു പരദൂഷണം. അവിടെ ഞാൻ ഇടിക്കൂട്ടോ. നീ എന്നെ ഇടിക്കുമല്ലേ? ആ ഇടല്ല, അരിടി. ആ പുന്നമ്മ ഞാൻ പിന്നെ ഒന്ന് ഇടിച്ചേട്ടാ. 3 ചായ 2 ഇരിക്കുക. ചേട്ടൻ കൊട്ടാരത്തിലാന്ന് തോന്നുന്നു. അതെ, അവിടത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു. നമസ്കാരം. ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ടല്ലോ. ഇത്രയും ആളുകൾ എന്നും ഉണ്ടാവുമോ? ഏയ്, അവരൊക്കെ പടിയേറ്റ് പ്രമാണിച്ച് വന്നവരാ. എല്ലാം ബന്ധുക്കളാ. പടിയേറ്റാ? അതെന്തിട്ടാ? പേര് കേട്ട വിവരദോക്ഷികളാണെന്ന് തോന്നുന്നു. കൊട്ടാരത്തിൽ അനന്തരാവകാശി ഒരു പെണ്ണിനെ ദത്തെടുക്കാൻ പോവുക. ആ ചടങ്ങിനെ പടിയേറ്റെന്നാ ഇവിടെ പറയണേ. നമ്മളെ പോലല്ലോ, അവര് രാജാക്കന്മാരല്ലേ. അതുകൊണ്ട് എല്ലാത്തിനും പ്രത്യേകം പേരുകളുണ്ട്. കല്യാണത്തിന് പള്ളിക്കെട്ടെന്നാ പറയണേ. അതുപോലെ കിടപ്പറയ്ക്ക് പള്ളിയറ, ഉറങ്ങുന്നതിന് പള്ളി ഉറക്കം. അപ്പൊ ഈ കൂർക്കം വലിക്കുന്നത് പള്ളിക്കൂർക്കം. മതി, വിടുവായത്തം വേണ്ട. രാജ്യവും അധികാരവും പോയെങ്കിലും രാജാവ് രാജാവ് തന്നെയാ. കളിച്ചാ ശരിക്കും കളി പഠിപ്പിക്കും. അവനൊരു തമാശ പറഞ്ഞല്ലേ ഏട്ടാ. ഈ ബന്ധുക്കളൊക്കെ രാത്രിയാവുമ്പോ പോവോ? അവര് പടിയേറ്റ് കഴിഞ്ഞിട്ടേ പോകും. അതിന്റെ 10 ഇരട്ടി ആള് വന്നാലും കൊട്ടാരത്തിലെ സ്ഥലം ബാക്കി ഉണ്ടാവും. അപ്പൊ രാത്രി രക്ഷയില്ല. എന്താ? ഏയ്, നിറയെ ആളുകൾ ഉള്ളതുകൊണ്ട് അവിടെ ഭയങ്കര രസമായിരിക്കും പറയായിരുന്നു. പിന്നെ കൊട്ടാരത്തിൽ ഇപ്പൊ ബഹുരസാ. ബോംബെയിലും ഡൽഹിയിലും കാനഡയിലും ഒക്കെ താമസിക്കുന്നവരാ എല്ലാം. 10-20 കൊല്ലം എത്ര എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടിയിട്ട് പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുക പോലും ഇല്ല. എന്തൊക്കെ ആയാലും ഇതൊരു വലിയ സംഭവം തന്നെ. എവിടെയോ കിടന്നേച്ചൊരു പെണ്ണ് രാജകുമാരിയാവാൻ പോവല്ലേ? അതെ, ഇങ്ങനെ ഒന്നും ഇല്ലെങ്കിലേ ആ പെണ്ണ് യാതെങ്കിലും ഒരു കുഗ്രാമത്തിൽ യാതെങ്കിലും ഒരു നെത്തോലിയം കെട്ടി ജീവിക്കേണ്ടതല്ലേ? നത്തോലി നിന്റെ അച്ഛൻ. എന്താ? നത്തോലി നിന്റെ തന്ത. എണിച്ചു പോടാ. ആഹാ, അത്രയ്ക്കായോ? നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കത്തില്ല. എടോന്റെ കാശ് തന്നില്ല. ഏയ്, അവൻ കുടിച്ച ചായ എന്റെ വകയാ ചേട്ടാ. വാ. ഈ ഗേറ്റ് ചാടാം, അല്ലാതെ വേറെ വഴിയില്ല. എന്നിട്ട് മായ എവിടെയാണെന്ന് കണ്ടുവച്ചാലേ അവളെ കൊണ്ട് ചാടാൻ പറ്റൂ. അപ്പ ഇത് വേണോ? എനിക്ക് പേടിയാവണ്ട. അതിനകത്ത് വെച്ച് അങ്ങനെ പിടിക്കപ്പെട്ട അവരെല്ലാരും കൂടി തല്ലി കൊല്ലും. കൊല്ലണെങ്കിൽ കൊല്ലട്ടെ. നിനക്ക് പേടിയാണെങ്കിൽ നീ പൊയ്ക്കോ. എന്തായാലും അവളെ കൊണ്ട് ഞാൻ ഇവിടുന്ന് മടങ്ങും. അനക്കൊന്നും കേൾക്കാനില്ല.
എല്ലാവരും ഉറങ്ങിക്കാണെന്നാ തോന്നണേ. എല്ലാവരും ഉറങ്ങിയൊന്നും എനിക്കറിയില്ല, പക്ഷെ ആ തോക്ക് പിടിച്ചിരിക്കുന്ന ആള് നല്ല ഉറക്കാ. ഉറങ്ങിക്കോട്ടോ. ഇതാരീ പച്ച പാതിരക്ക് ഇരുന്ന് ചണ്ട ഓട്ടണത്? ആശം ഇതിപ്പോ എല്ലാരും ഉണരുമല്ലോ. ഇതിലെ പോവാ. ഓ ചതിച്ചു കഥകളി. ഇനി ഇത് തീരാതെ ഒറ്റ എണ്ണം ഉറങ്ങൂല. പണ്ടാറം എപ്പ തീരും? ഇത് തീരണമെങ്കിൽ കോഴി കൂടണം. ഇറങ്ങിയ വന്നപ്പോ ഒരു കോഴിനും കൂടി കൊണ്ടുവരായിരുന്നു. കരിമ്പൂതം. ഇവിടത്തെ മുഴുവൻ മുറികളും നോക്കി തേനെങ്കിൽ ചുരുങ്ങിയത് ഒരു കൊല്ലെങ്കിലും വേണ്ടി വരും. നീ ആ ഭാഗത്ത് പോയി നോക്ക്, ഞാൻ ഈ ഭാഗത്ത് പോയി നോക്കാം. ഞാൻ ആ ഭാഗത്ത് അങ്ങനെ മായനെ കാണണമെങ്കിൽ ഉറക്ക വിളിച്ചു കൂകാം. കൊളമാക്കും. ഒച്ച വച്ച കൊന്നുകളയും ഞാൻ. പോയി നോക്കടാ. എഴുന്നേക്കടാ. ഇല്ലടാ, ഞാനില്ല, എണീക്കില്ല. വിശന്ന് ഹൃദയം പൊട്ടി ഞാനിപ്പോ ചാകും. വിശന്നിട്ട് ഹൃദയം പൊട്ടി ഇന്നേവരാരും ചത്തിട്ടില്ലടാ. അവസാനമായി എനിക്കൊരു ആഗ്രഹമുണ്ട്. നീയുമായി സുഖമായി ജീവിക്കണം. നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിന് എന്റെ പേര് ഇടണം. അത്രയും വേണോടാ? എടാ നിന്നെ പോലെ തന്നെയല്ലേ ഞാനും. എനിക്ക് വിശക്കുന്നില്ലേ? കുറച്ചൊക്കെ സഹിക്കണോടാ. എന്റെ തന്ത ചത്ത ഞാൻ സഹിക്കും, വിശപ്പ് സഹിക്കാൻ പറ്റില്ലടാ. പണ്ടാറടങ്ങാൻ. എനിക്ക് വാ, പലതും കിട്ടുമോ നോക്കാം. വാടാ. എന്താ ആരും ഒന്നും കഴിക്കാത്തത്? കഴിക്കേ. ഇപ്പൊ ഒന്നും വേണ്ട, ഞങ്ങൾ കളിക്കാൻ പൊക്കോട്ടെ. വേണ്ട, മുഴുവൻ കഴിക്കാതെ ഇവിടുന്ന് അനങ്ങിയിട്ടുണ്ടേ അടിച്ചു തോലിരിക്കും ഞാൻ. ഞാൻ ഭക്ഷണം കഴിച്ചു വരുമ്പോഴേക്കും മുഴുവൻ കഴിച്ചോണം കേട്ടോ. മാമന്മാരെ മനസ്സിലായ മക്കളെ? ഇങ്ങനെ ചോദിച്ചാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല. നമ്പൂരി ഭാഷ ചോദിക്കണം. എങ്കിൽ എഴുന്നള്ളിക്ക്. മാമന്മാരെ മനസ്സിലായ മേക്കൾക്ക്. ശവം മാറി. നിങ്ങൾക്ക് ആഹാരം കഴിക്കണ്ടേ? വേണ്ട, കളിച്ചാൻ പോണോ? പോണം. ആഹാരം കഴിച്ചിട്ട് നമുക്ക് കളിച്ചാൻ പോവാ. ആഹാരം കഴിക്കണ്ട എങ്ങനെയെന്ന് മാമൻ കാണിച്ചു തരേ. അങ്ങനെ എടുത്തിട്ട് ഇതെങ്ങനെ എങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇതാ അങ്ങനെയല്ല, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ 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 ഇങ്ങനെ. ശരിക്കില്ല. ശങ്കരൻകുട്ടി ഭാര്യ ദേവകി, ജയകൃഷ്ണൻ, ഹരികൃഷ്ണൻ, സുധ, പ്രായപൂർത്തിയായവർ 4, മൈനർ 1, ആകെ യൂണിറ്റ് 9, രാധാ സോപ്പ് 9, രാധാ സോപ്പ് 9, ബാറ സോപ്പ് 4, ബാറ സോപ്പ് 4, എണ്ണാത്തുടം 9, എണ്ണാത്തുടം 9. കുട്ടാ, സുധിക്ക് വയസ്സ് 16 അവക്ക് 2 സോപ്പ് അനുവദിക്കണം. അയ്യോ, 18 വയസ്സാകാതെ സോപ്പ് കൂടുതൽ കൊടുക്കാൻ വകുപ്പില്ല, എടുത്തു മാറ്റണം. ഗോവിന്ദൻകുട്ടി ഭാര്യ ഗോമതി, മക്കൾ രാഗിണി, സുമതി, ആകെ യൂണിറ്റ് 8, ആകെ 8, 8, 8, 8, 8, 8, 8, 8. നാണിക്കുട്ടി സംബന്ധക്കാരൻ മാധവൻ നായർ, മക്കൾ രാമകൃഷ്ണൻ, ശേഖരൻ, പാപ്പ, യൂണിറ്റ് 7, യൂണിറ്റ് 7, കുട്ടാ, യൂണിറ്റ് ഒരു സോപ്പ് കൂടി താടാ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞ മതി. ഇപ്പൊ എടുത്തോണ്ട് പോ. കളയില്ലേ? അമ്മുട്ടി സംബന്ധക്കാരൻ വാമന നമ്പൂതിരി, സന്തതികളില്ല, യൂണിറ്റ് 4. എന്റെ തിരുമേനിക്ക് തേച്ച് കുളിക്കാൻ കുറച്ച് എണ്ണ കൂടി താടാ കുട്ടാ. അയ്യോ, കാരണം ഒരു സ്പെഷ്യൽ ഓർഡർ വേണം. കുട്ടാ, പഞ്ചസാര നിരോധനം. എന്താ ബീനു ഇത്? ഇവൻ തറവാട്ടി പലചരക്ക് പിടി നടത്തുക? ഏയ് അല്ല, ഇതാ പടി വിതരണം. കുടുംബത്തിലെ അംഗസംഖ്യ അനുസരിച്ച് ഓരോ മാസത്തേക്കുള്ള സാധനങ്ങളുടെ വിതരണ വരിക. ഓ, കുട്ടാ, ഞങ്ങൾക്കുള്ള മാസപ്പടി എടുത്തോളൂ. മീനാക്ഷി സംബന്ധക്കാരൻ ചത്തു. സമ്മത്തക്കാരൻ ചത്തോ? അയ്യോ സോറി ട്ടോ, ശത്രു. മക്കളില്ല, യൂണിറ്റ് 4. 4 സോപ്പാ? നിങ്ങൾ 2 ആളല്ലേ ഉള്ളൂ. ആളൊന്നുക്ക് മാസം 2 സോപ്പാ. പട്ടാള ക്യാമ്പിൽ ഇത് കൂടുതലുണ്ടല്ലോ. ഈ ക്യാമ്പിൽ ഇത്ര ഉള്ളൂ. മേടിക്കണം മാഷേ. എനിക്കിത് മാത്രല്ല പണി. മില്ലി പോണം, സ്റ്റോർ കീപ്പർ കം ഡ്രൈവറാ. മേടിച്ചോ. അപ്പൊ കൂടുതൽ വേണമെങ്കിലോ? അംഗസംഖ്യ കൂട്ടണം. അത് എത്ര വേണമെന്ന് വെച്ചാകാം. അതിനോട് യാതൊരു നിയന്ത്രണമില്ല. മീനു കേട്ടില്ലേ പറഞ്ഞത്? കേട്ടു. അതല്ലടി പറഞ്ഞത്. പറഞ്ഞുണ്ടോ? തഞ്ചപ്പെടും മീനു. ആട്ടെ, ഇനി വല്ലതും ആവശ്യമുണ്ടെങ്കിലോ? മനസ്സിലായി. രാവിലത്തെ അനുഭവം ഓർമ്മയുണ്ടല്ലോ. സുഖായ തേച്ചുളി, മൃഷ്ടാന ഭോജനം, നല്ല അന്തിയുറക്കം, ഇതൊക്കെ പോരെ. വെറുതെ ഓരോ ഇടാകൂടങ്ങൾ ഉണ്ടാക്കണ്ട കേട്ടോ. ദൈവമേ, മണി 8. മാറി. ഓ, എന്താണോ ഇത്? ഇത് പ്രാതലുള്ള വല്ല വേം വിട്ടോ. എന്റെ അമ്മോ, ഇത് മറ്റൊരു പട്ടാളമാരെ കാണല്ലോ. പറഞ്ഞുണ്ടോ? എത്ര കഴിഞ്ഞ പച്ചവെള്ളം പോലും കിട്ടില്ല കേട്ടോ. എനിക്ക് മില്ലി പോണം. കൃത്യം 9 മണിക്ക് പടപ്പുറപ്പാടാ.
എടോ പരമേശ്വര ദാമോദര ആ സാധനങ്ങളൊക്കെ എടുക്കാം. എടോ ശകുണി, താനല്ലേ എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന കാര്യസ്ഥൻ. ഒരു 50 ഉറുപ്പ്യ വേണം സിഗരറ്റ് വാങ്ങാനാ. അത് പാടില്ല. പാടില്ലേ? തന്നോടാരാ പാടാൻ പറഞ്ഞേ? സിഗരറ്റിന് 50 ഉറുപ്പ്യതാ. അതന്നെയാ പറഞ്ഞ, അതൊന്നും ഇവിടെ പാടില്ല എന്ന് അറിയില്ലേ? അത് പറയാ താനാരാടോ? 2-3 ദിവസമായി ക്ഷമിക്കുന്നു. മര്യാദയ്ക്ക് കാശാ. എടോ ശത്രുഘ്നൻ പിള്ളേ, ഇവിടുത്തെ കുടുംബാംഗങ്ങളുടെ കുപ്പായത്തിലൊന്നും കാശുണ്ടാവില്ല. അവർക്ക് അതിന്റെ ആവശ്യമില്ല. അതെന്ത് കോപ്പരേ നിയമ? പിന്നെ എങ്ങനെ ആവശ്യം നടക്കുക? നടക്കുന്നുണ്ടല്ലോ. ഡീസൽ വേണമെന്ന് വെച്ചാൽ സ്വന്തം തറവാട്ട് വക പമ്പുണ്ട്. ശംഖുമാമന് രസീത് വാങ്ങിച്ചാൽ മാത്രം മതി. ഇനി തുണി വേണമെങ്കിൽ തുണിക്കടയുണ്ട്. വർഷത്തിൽ വിഷുവിനും തിരുവാതിരയ്ക്കും ഓണത്തിന് മാത്രമേ തുണി വിതരണുള്ളൂ. ഇനി അതല്ല സിനിമ വേണമെന്ന് വെച്ചാൽ സ്വന്തം കൊട്ടകയുണ്ട്. മാസത്തിൽ ഒരു സിനിമയുള്ളൂ, അതിലുമേ പ്രതീക്ഷിക്കണ്ട. ഇതൊക്കെ കാരണവരുടെ തീരുമാനങ്ങളാ. എന്നാൽ ഈ തീരുമാനങ്ങളൊക്കെ ഒന്ന് മാറ്റി എഴുതണം. ഞാൻ മറ്റുള്ള സംബന്ധക്കാരെ പോലെ ഏറാമൂളിയൊന്നുമല്ല. ഈ ശത്രുഘ്നൻ പിള്ള ആരാണെന്ന് എനിക്കറിയാം. അറിയാം, മഞ്ഞൊഴിച്ചു കൂടുതൽ അറിഞ്ഞു. ആ കുട്ടാ, പറമ്പിൽ തേങ്ങയുണ്ട്, ഞാൻ അങ്ങോട്ട് പോവാ. അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ ഏൽപ്പിച്ചിട്ട് നീ അങ്ങോട്ട് വന്നോളൂ. എടോ ശകുനി, തനിക്കാൻ വെച്ചിട്ടുണ്ട് കുട്ടാ. ഈ കിഴവരെ ഞാൻ ഈ തറവാട്ടിന്റെ പുറത്താക്കും. അധികാരം ഞാൻ പിടിച്ചെടുക്കും. എന്നിട്ട് സ്റ്റോർ നിറയെ സിഗരറ്റ്, ഈ തറവാട്ട് വക ഒരു വിദേശ മദ്യഷാപ്പ്, കുടുംബം കുളം തോണ്ടാൻ തീരുമാനം അല്ലേ മാഷേ? വീട്ടുകാരെ അറിഞ്ഞിട്ട പേര് തന്നെയാവും ശത്രുന്നല്ലേ? പട്ടാളത്തിന് പിരിച്ചു വിട്ടതാണല്ലേ? ഞാൻ മാത്രല്ല, ശംഖുമാമൻ അറിഞ്ഞു, പിന്നെ പലരും അറിഞ്ഞു വരുന്നു, അറിയാത്തവരൊക്കെ അറിയിച്ചോണ്ടിരിക്കുന്നു. കയ്യില് കാശൊന്നുമില്ല അല്ലേ? പാവം. ഒന്ന് വലിക്കാൻ എന്തെങ്കിലും താടോ? വലിക്കാൻ എലാസ്റ്റിക് ഉണ്ട്. ഇത് നന്നായിട്ട് വലി. കൊണ്ടോയി വലിച്ചോ. അതല്ലടോ, പുകയ്ക്കാനാ? കുന്തിരിക്കണ്ട്, എടുക്കട്ടെ. ഒരു സിഗരറ്റ് താ. വേണമെങ്കിൽ ഒരു ബീഡി തരാം. ബീഡി? എന്റെ പട്ടിക്ക് വേണം ബീഡി. മാഷപ്പട്ടി ബീഡി വലിക്കോ? കുട്ടാ, ഒരു 10 ഉറുപ്പ്യ. അയ്യോ, വകുപ്പില്ല. എടോ, കടമായിട്ട് മതി. പിരിച്ചുവിട്ട പട്ടാളക്കാരനും വിസയില്ലാതെ വന്ന പേർഷ്യക്കാരനും പണം കടം കൊടുക്കരുതാണ് പ്രമാണം. പിന്നെ വാവിട്ട് ചോദിച്ച സ്ഥിതിക്ക് ദാ 10 രൂപ. ഇനി ആ ബീഡി കുടിക്കണ്ട. അപ്പൊ ചേട്ടൻ തറയാണല്ലേ? സിഗരറ്റ് പരിചരിച്ചവനാ. ശരികേടേ. ഭാര്യാഗൃഹേ പരമസുഖം, ദിനമൊട്ടു കഴിഞ്ഞാൽ പട്ടിക്ക് സമം. നിന്റെ കാഴ്ച ഞാൻ എടുത്തിട്ടും കളരിച്ചൂടും അഭ്യാസങ്ങളും പിഴയ്ക്കാത്ത കളരിക്കൽ ചെമ്പ. എന്താണ് നിനക്ക് വേണ്ടത്? ഞാൻ വെറും ഒരു ബ്രഹ്മചാരി. നിന്നെ പോലെ അഭ്യാസങ്ങളും ആ മുറകളും ഒന്നും എനിക്കറിയില്ല. എന്റെ കയ്യിൽ ആയുധങ്ങളും ഇല്ല. എന്നെ വെറുതെ വിട്ടൂടെ? നിന്നെ ഒരിക്കൽ ഞാൻ വെറുതെ വിട്ടു. അതാണ് ഞാൻ ചെയ്ത ആദ്യത്തെ അബദ്ധം. എന്റെ ഭാമയെ വളരെയധികം വശീകരിച്ച് ആഭിചാരത്തിന് ഉപയോഗിക്കുന്ന നിന്റെ ശവമാണ് എനിക്ക് വേണ്ടത്. ആയുർരേഖയ്ക്ക് എന്തോ ഒരു ചെമ്പ, വാ വാ ഇങ്ങോട്ട്. ചെമ്പ, നിന്റെ ഭാമയുടെ മനസ്സും ശരീരവും എന്റെ കയ്യില്. അവൾ ഇപ്പോഴും കന്യകയായി കഴിയുന്നത് നിന്റെ പുണ്യം. നാഗമാണിക്യവും താളിയോലയും കിട്ടിയാൽ അന്ന് തീരും അവളുടെ കന്യകാത്വം. പിന്നെ ഒരു ബലി. അവളുടെ ചോരയിൽ കിടന്ന് നീ അലറും. പൗർണമി പൂജയിൽ
അവളുടെ നഗ്നത ഞാൻ കണ്ടു. അന്ധനായത് നിന്റെ യോഗം. ചെമ്പ, എന്നെ ഒന്നും ചെയ്യരുത്. കഴിഞ്ഞതെല്ലാം മറക്കണം. പ്രാണശക്തിയിൽ അഗ്രഗണ്യനായ നിന്റെ മുന്നിൽ ഞാൻ ആരുമല്ല. ചെമ്പ, ചെമ്പ. എന്താ അറച്ചു പോയോ? നിനക്ക് കാഴ്ചയില്ലെങ്കിൽ എന്ത്, നല്ല ഉൾക്കാഴ്ചയുണ്ട്. സ്വന്തം ചോരയുടെ മണം തിരിച്ചറിയാൻ കഴിയുന്നവൻ. വാളിന് മൂർച്ച പോരുന്നുണ്ടോ? എത്ര കാലം എന്ന് വിചാരിച്ചിട്ടാ പ്രതികാരമായിട്ട് നീ ഇങ്ങനെ? പ്രതികാരം അതെന്റെ ആലയിലെ തീ പോലെയാ, ജ്വലിച്ചുകൊണ്ടേയിരിക്കും. ഇത് അവന് വേണ്ടിയുള്ളതാ. ഇല്ല ചെമ്പ, അവൻ നിസ്സാരനല്ല. സിദ്ധികളെല്ലാം അവന്റെ രക്ഷാകവചങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. കാലങ്ങളിലൂടെ അവൻ നേടിയെടുത്ത പരകായ പ്രവേശ സിദ്ധി അവൻ അനന്തനിലൂടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുക. അതെ, അനന്തനിലൂടെ അവന്റെ ലക്ഷ്യങ്ങൾ ഓരോന്നായിട്ട് അവൻ പൂർത്തീകരിക്കാൻ തുടങ്ങിയിരിക്കുക. ഇതിനൊരു അറുതിയില്ലെന്നാണോ? അവനെ തളയ്ക്കാൻ എന്തെങ്കിലും ഒരു വഴി? അറുതിയില്ലെന്നല്ല, ഇത് അവന്റെ സമയമാണ്. എണ്ണദ്രോണിയിൽ ഔഷധ എണ്ണയിൽ ശരീരം ഉപേക്ഷിച്ച് അവന്റെ ശത്രുക്കളോടും മാടമ്പിക്കാരോടും അവൻ പ്രതികാരം ചെയ്യും. അവനെ തളയ്ക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അവന്റെ ബ്രഹ്മചര്യം നശിക്കണം. അതോടെ അവൻ സിദ്ധികൾ നശിച്ച് ഒരു സാധാരണ മനുഷ്യനായി തീരും. ചെമ്പ, വരുന്ന അമാവാസി വളരെ നിർണായകമാണ്. ഭാമയെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൃദയരേഖ, ഭാഗ്യരേഖ, ആയുർരേഖ. എടാ ചെമ്പ, നിന്റെ ആത്മാവ് ഞാൻ എടുക്കുകയാണ്. ഭാമയുടെ ആത്മാവിന് കൂട്ടിന്. ഈ വിരല് നിന്റെ മർമ്മത്തിൽ തൊട്ടാൽ പിന്നൊരൊറ്റ സൂര്യോദയം, അർദ്ധരാത്രിയിൽ ആളിക്കത്തും നിന്റെ ചിത. നാഗമാണിക്ക് സ്പർശിക്കാനുള്ള നാഴിക സമയം കഴിഞ്ഞിരിക്കുന്നു. അറിയിക്കാത്തത് ആഗ്രഹിച്ചതിന്റെ ഫലം നീ അനുഭവിച്ചേ തീരൂ. നിന്റെ വിധിയാണത്. വിധി